ഇന്ത്യക്കാരുടെ ഹെർമിസ് ദേവൻ, കാലുകളിൽ ചിറകുകളുള്ള ഹെർമിസ് ദേവൻ. വോളിബോൾ കോർട്ടിൽ ഉയരുന്ന പന്തിന് മുന്നിലേക്ക് 4 മീറ്ററോളം കുതിച്ചുയർന്ന് 1 സെക്കൻഡിലേറെ സമയം വായുവിൽ നിശ്ചലനായി നിൽക്കുന്ന ആ കാലുകൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു. തടുക്കാൻ കഴിയാത്തത്ര ശക്തിയിൽ എതിർക്കളത്തിലേക്ക് പ്രഹരിക്കുന്ന ചടുലമായ സ്മാഷുകൾ കൊണ്ട് നിമിഷാർദ്ധത്തിൽ എതിർക്കോട്ടിൽ പൊടി പറത്തുന്ന വോളിബോളിന്റെ ഒരേ ഒരു ദൈവം, ജിമ്മി ജോർജ്. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോക വോളിബോളിന്റെ ഹിമാലയങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, വോളിബോളിന്റെ ചതുരക്കളങ്ങൾക്ക് തീ പിടിപ്പിച്ച പ്രതിഭ, വലയ്ക്ക് കുറുകെ ഇടുത്തി പെയ്ച്ച മഹാമനുഷ്യൻ. ഞൊടി നേരം കൊണ്ട് ആവേശം നൽകിക്കൊണ്ട് അവസാനിക്കുന്ന ഒരു ഗംഭീര സ്മാഷ് പോലെ ജിമ്മിയും അതിവേഗം ജീവിതത്തിന്റെ കോർട്ടിൽ നിന്ന് മറയുകയായിരുന്നു. അയാൾക്കു ചുറ്റും, അയാളുള്ള കോർട്ടിന് ചുറ്റും ആരാധകർ തിങ്ങിക്കൂടിയ ആരവങ്ങൾ ഉയർത്തിയ നേരത്ത്, കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് അയാൾ നിശബ്ദനായി പടിയിറങ്ങി. ആരാധകർക്ക് ഇന്നും ജിമ്മി ജോർജ് കണ്ണു കലങ്ങുന്ന ഒരു ഓർമ്മയാണ്. ഒന്നോർത്താൽ അതുപോലൊരു പ്രതിഭ അയാൾക്ക് മുമ്പോ അയാൾക്ക് ശേഷമോ വോളിബോൾ കളത്തിൽ പിറവി കൊണ്ടിട്ടില്ല. ലോക വോളിബോളിൽ മാന്ത്രികനായിരുന്ന ജിമ്മി ജോർജിന്റെ ഓർമ്മ ദിനമാണിന്ന്. 1987 നവംബർ 30 ഇറ്റലിയിലെ മിലായിലുണ്ടായ ഒരു കാർ അപകടത്തിലാണ് ജിമ്മി ജോർജ് എന്ന മലയാളി താരം ഇല്ലാതാകുന്നത്. സമാനതകളില്ലാത്ത താരമായിരുന്നു ജിമ്മി. വോളിബോൾ കോർട്ടിൽ ജിമ്മിയുടെ മിന്നുന്ന സ്മാഷുകൾക്ക് മുന്നിൽ എതിരാളികൾ പകച്ചുപോയ എത്രയെത്ര നിമിഷങ്ങൾ. ഉയരുന്ന പന്തിന് മുന്നിലേക്ക് 4 മീറ്ററോളം കുതിച്ചുയരുന്ന ജിമ്മി 1 സെക്കൻഡിലേറെ സമയം വായുവിൽ നിശ്ചലനായി നിൽക്കുമായിരുന്നു. വില്ല് പോലെ പിറകോട്ടാഞ്ഞ് എതിരാളികളുടെ കളക്കളത്തിലേക്ക് വീഴുന്ന വെള്ളിടിക്ക് മറുപടി അസാധ്യമായിരുന്നു. ഇതായിരുന്നു ലോക വോളിബോളിലേക്ക് ജിമ്മിയെ എത്തിച്ചതും. ലോകത്തിലെ ഏറ്റവും മികച്ച 10 സ്പൈക്കർമാരിൽ ഒരാളായിരുന്നു ഈ മലയാളി താരം. കുടക്കച്ചിറ ജോസഫ് ജോർജിന്റെയും മേരിയുടെയും 10 മക്കളിൽ രണ്ടാമനായിരുന്നു ജിമ്മി ജോർജ്. 1960കളുടെ തുടക്കത്തിൽ പേരാവൂരിലെ സെന്റ് ജോസഫ് പള്ളിയുടെ മുറ്റത്ത് പ്രദേശത്തെ കായിക പ്രേമികൾ എന്നും ഒത്തുകൂടുമായിരുന്നു. കുട്ടികളും മുതിർന്നവരും ഒക്കെ ചേർന്ന് ടീമുകളായി തിരിഞ്ഞ് പന്ത് കളിക്കലാണ് പ്രധാന പരിപാടി. ഒരു ദിവസം പള്ളിയിൽ പുതിയൊരു വികാരി അച്ഛനെത്തി. വന്ന ഉടനെ അച്ഛൻ ഒരു പുതിയ അറിയിപ്പ് കൂടി നാട്ടുകാർക്കായി പുറപ്പെടുവിച്ചു. പള്ളിമുറ്റത്തെ പന്ത് കളി ഇനി നടക്കില്ല, വേണമെങ്കിൽ വേറെ സ്ഥലം കണ്ടെത്തണം. നാട്ടുകാരെല്ലാം ഞെട്ടി. പള്ളിമുറ്റത്തെ സ്ഥിരം കളിക്കാരെല്ലാം കണ്ട് സംസാരിച്ചെങ്കിലും തീരുമാനത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ വികാരി അച്ഛൻ തയ്യാറായില്ല. അതോടെ പ്രദേശവാസിയായ ജോർജ് വക്കീൽ പന്ത് കളിക്കാരനായ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി സ്വന്തം പറമ്പിലേക്ക് ചെന്ന് 10-20 തെങ്ങങ്ങ് വെട്ടിനിരത്തി. അങ്ങനെ തൊണ്ടിയിലുകാരുടെ ആദ്യ സ്ഥിരം കോട്ട് പിറന്നു. വാശിപ്പുറത്ത് കാണിച്ച എടുത്തുചാട്ടത്തിൽ ജോർജ് വക്കീൽ മണ്ടത്തരം ചെയ്തെന്ന് നാട്ടിലാകെ പാട്ടായി. എന്നാൽ അതൊന്നും വകവെക്കാതെ ജോർജ് വക്കീൽ തന്റെ 8 മക്കളെയും കോർട്ടിൽ ഇറക്കി. തുടക്കത്തിൽ കോർട്ടിന് പുറത്ത് പന്ത് പെറുക്കാൻ നിന്ന ജോർജിന്റെ മക്കൾ പതിയെ കോർട്ടിലെ താരങ്ങളായി മാറി. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇത്തരമൊരു ടീം ആദ്യവും അവസാനവുമായിരുന്നിരിക്കാം. ജോർജ് ബ്രദേഴ്സ് ടീം കണ്ണൂരിൽ നിന്ന് വളർന്ന് കേരളം ആകെ പ്രസിദ്ധരായി. 1955 മാർച്ച് 8 ജിമ്മിയുടെ ജനനം. 1970 കാലിക്കറ്റ് സർവകലാശാല ടീമിൽ അംഗമായി. തൊട്ടടുത്ത വർഷം തന്നെ കേരള സ്റ്റേറ്റ് ടീം അംഗമായി. 1973 കേരള ടീമിന്റെ നായകനായി. 1974 ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിലൂടെ ഇന്ത്യൻ ടീമിൽ അംഗമായതോടെ ജിമ്മി ജോർജ് എന്ന വോളിബോൾ താരം ലോകം അറിയുന്ന നിലയിലേക്ക് വളർന്നിരുന്നു. ബാങ്കോക്ക് ഏഷ്യാഡിലും സോൾ ഏഷ്യാഡിലും ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ താരമായി ജിമ്മി മാറിയിരുന്നു. 1976 രാജ്യം അർജുന അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 32 വയസ്സിനിടയിൽ ഒരു കായിക താരത്തിന് ലഭിക്കാവുന്ന എല്ലാ ആദരങ്ങളും ജിമ്മി നേടിയിരുന്നു എന്നത് ഏറെ വിസ്മയമായിരുന്നു. ബാങ്കോക്ക് ഏഷ്യാഡിലെ പ്രകടനമാണ് ജിമ്മിയെ ലോക താരമാക്കിയത്. അബുദാബി സ്പോർട്സ് ക്ലബിന്റെ കുപ്പായമണിഞ്ഞ് ജിമ്മി ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഫഷണൽ വോളി താരമായി. കളിക്കളത്തിൽ ജിമ്മി തീർത്ത മിന്നൽ പിണരുകൾ വിദേശ താരങ്ങൾക്ക് പോലും അത്ഭുതമായിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ അക്കാലത്ത് ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ ആരാധകർ ജിമ്മിക്ക് യൂറോപ്പിൽ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ദുബായിലെ കളിമികവ് ജിമ്മിയെ ലോക 1-ാം നമ്പർ ലീഗുകളിൽ ഒന്നായ ഇറ്റാലിയൻ ക്ലബിലേക്കുള്ള വഴി തുറന്നു കൊടുത്തു. ഇറ്റാലിയൻ ക്ലബായ ട്രെവിസ്കോയ്ക്ക് വേണ്ടിയായിരുന്നു ജിമ്മി കളിച്ചിരുന്നത്.
ഇക്കാലത്ത് ഇറ്റലിയിലെ കായിക പ്രേമികൾ ജിമ്മിയെ സ്നേഹത്തോടെ വിളിച്ചതായിരുന്നു ഹെർമിസ്. കാലിൽ ചിറകുകളുള്ള, വായുവിൽ പറന്നുയരുന്ന ഗ്രീക്ക് കഥകളിലെ ഹെർമിസ് ദേവനായിരുന്നു അവർക്ക് കളിക്കളത്തിൽ ജിമ്മി. കോർട്ടിൽ ഉയരത്തിൽ പറന്നു പൊങ്ങി വായുവിൽ ഒരു നിമിഷത്തിലധികം തങ്ങി നിന്ന് സ്മാഷ് പായിക്കുന്ന ജിമ്മിയെ മറ്റെന്ത് പേരിട്ട് വിളിക്കാനാണ്? അകാലത്തിൽ ജിമ്മി ഓർമ്മകളിലേക്ക് മാഞ്ഞുവെങ്കിലും ഇറ്റലിക്കാർക്ക് ജിമ്മി എന്ന താരം ഇന്നും പ്രിയങ്കരനാണ്. ഇറ്റലിയിൽ ജിമ്മിയുടെ പേരിൽ നിർമ്മിച്ച സ്റ്റേഡിയം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ജിമ്മിയെ ഇറ്റലിക്കാർ അന്നും ഇന്നും ആദരിക്കുന്നു. ജിമ്മിയുടെ ഓർമ്മ ദിനം അവർ എന്നും കൊണ്ടാടുന്നു. ജീവിതത്തിന്റെ കളിക്കളത്തിൽ നിന്ന് ജിമ്മി ഇറങ്ങിപ്പോയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ഒരു നോവായി ലോക വോളിബോൾ പ്രേമികളുടെ ഹൃദയങ്ങളിൽ അയാൾ ജീവിക്കുകയാണ്. ഇനിയും അത് അങ്ങനെ തന്നെ നിലനിൽക്കും.